ബേബിച്ചേട്ടന് 10-75 വയസ്സായി. അപ്പൊ ഈ പശുക്കളെയെല്ലാം ഈ പുറത്ത് കെട്ടിയേക്കുന്ന ഒരു നല്ല തൊഴുത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ പശുക്കളെല്ലാം ഈ റബ്ബർ തോട്ടത്തിൽ കൂടെ കെട്ടിയേക്കുന്നത്. ഇല്ല, എനിക്ക് കന്നിയിലേക്ക് കെട്ടാൻ കൂടില്ല. ആകെപ്പാട് ഒരു ചെറിയ കൂടുള്ളൂ. അതിനകത്ത് 2 എണ്ണത്തിനേ കെട്ടത്തുള്ളൂ. ഇത് 6 എണ്ണം ഉണ്ട്. അപ്പൊ ഈ 6 എണ്ണത്തിനെയും കെട്ടാനുള്ള തൊഴുത്തില്ല, കൂടില്ല. ഒരെണ്ണം പരുത കെട്ടിയുണ്ട്. അത് മുഴുവൻ തറ ഇടിഞ്ഞു പോയി. കൊടുത്തില്ലേ തൊഴുത്തിന്? പല പ്രാവശ്യം കൊടുത്തു. എന്നിട്ടും തൊഴുത്ത് അനുവദിച്ചില്ല. അത് കിട്ടിയിട്ടില്ല. തൊഴുത്ത് അനുവദിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ലൊക്കേഷൻ പ്ലാനോ ലൊക്കേഷൻ സൈറ്റോ അല്ല, ഇതിന്റെ പ്ലാൻ തയ്യാറാക്കി കൊടുക്കാൻ പറഞ്ഞു. അല്ലല്ല, ഇങ്ങോട്ട് വരാനുള്ള വഴി അത് പഞ്ചായത്തിൽ നിന്നാണോ വല്ല കള്ളന്മാരാണോ എന്ന് എനിക്കറിയില്ല. അത് കൊടുത്തിട്ട് 2-3 വർഷമായി. അപ്പൊ അതിന്റെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇല്ല. അപ്പൊ ഇത്രയും പ്രായമായ ആള്, അപ്പൊ 75 വയസ്സിന് മുകളിൽ പ്രായമുള്ള ബേബിച്ചേട്ടൻ 6 പശുക്കളെ സംരക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഗവൺമെന്റ് തലത്തില് ഒരു തൊഴുത്തിന് ഒരു സാക്ഷ്യം ഒന്നും കിട്ടിയിട്ടില്ല. ഓ, അപ്പൊ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് ആവശ്യമില്ല. അപ്പൊ മനസ്സും അടുത്തു. കാരണം ഞാൻ അടുത്ത ദിവസം തന്നെ കൂടുണ്ടാക്കും. അപ്പൊ ബേബിച്ചേട്ടന്റെ തീരുമാനം, ബേബിച്ചേട്ടൻ മരണത്തെ കുറിച്ച് ഞാൻ പറയുന്നതാന്ന് വിചാരിക്കരുത്. ഇല്ല, നമ്മുടെ മരണത്തിന്റെ അന്ത്യ നിമിഷം വരെ നമ്മൾ പോരാടും എന്നുള്ള ഒരു ചിന്തയിലാണ് മുമ്പോട്ട് പോകുന്നത്. സംശയമില്ല. അപ്പൊ അന്ത്യശ്വാസം വരെ നമ്മൾ പശുവിനെ വളർത്തി ജീവിക്കും. ജീവിക്കാൻ പറ്റുന്നിടത്തോളം കാലം ആരെയും ആശ്രയിക്കാണ്ട് നമ്മൾ മരിച്ചു വീഴുന്ന ആ നിമിഷം വരെ പശുവിനെ വളർത്തി ജീവിക്കും. അപ്പൊ ആ ഒരു തീരുമാനമാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്, അല്ലേ? അപ്പൊ അതിന്റെ അകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല. ഇല്ല. അപ്പൊ ബേബിച്ചേട്ടനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു.